മെയ് മാസം 19 ഹണിമൂൺ തുടക്കത്തിൽ FBയിൽ തള്ളിയ ഒരു ചിത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരുന്നു: സമര കവാടം എന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ആ മാധ്യമങ്ങൾ പറയുന്നത് എന്ന എടുത്തു പറയലിൽ ഉരുളട്ടെ ഉലക്ക ചെന്നടിക്കട്ടെ എന്നൊരു ലാഭക്കണ്ണ് അന്നേ പ്രകടമായിരുന്നു. ഇന്നിപ്പോഴിത് അടച്ചിട്ടിരിക്കുകയാണ്. കവാടത്തിൽ സമരങ്ങളൊന്നുമില്ല, ചുമ്മാ ഒരു രസം, ഒരു പൂക്കിത്തരം. വേറെയുമുണ്ട് രസങ്ങൾ. പൊതുജനങ്ങളുടെ സന്ദർശന സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അംഗത്തേതിൽ നിന്ന് അനുമതി പത്രമുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പ്രവേശനമുള്ളൂ, അത് മതി. 10 വർഷം പറഞ്ഞതൊക്കെ പത്തായത്തിൽ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. അടുത്ത അനിൽ ബോസ്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, പൊതുജനങ്ങൾക്ക് പ്രവേശന നിയന്ത്രണം, സമര കവാടത്തിന്റെ അടച്ചിടൽ? ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് ആളുകളുടെ പ്രവാഹം. ആ നിലയിൽ പലപ്പോഴും അവരുടെ ഔദ്യോഗിക നിർവഹണങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടാകുന്നു എന്ന ബോധ്യം കൊണ്ടാണ് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഇപ്പോൾ അതിന് കുറെ കൂടി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഒരു പുതിയ ഗവൺമെന്റ് തുടക്കം എന്നുള്ള നിലയിൽ ആളുകൾ വരുമ്പോൾ ഒരാളെയും തടയേണ്ട, ആ ഒരാളെയും നിയന്ത്രിക്കേണ്ട, വരട്ടെ, കാണട്ടെ, അവരുടെ നേരത്തെ നിയന്ത്രണം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഏതു കാലത്താണ് അതത്ര കർശനമായി കോൺഗ്രസ് അനുശാസിച്ചിരുന്നത് എന്നുകൂടി പറഞ്ഞു തരാമോ? ഇപ്പോ ഉമ്മൻചാണ്ടി കാലത്ത് എന്തായാലും സെക്രട്ടേറിയറ്റിൽ അങ്ങനെ 3 മണി മുതൽ 5 മണി വരെ മാത്രം പൊതുജനങ്ങൾക്ക് പ്രവേശനം എന്ന് ശരിയാണെന്ന് പറഞ്ഞത് പേപ്പറിൽ ഉണ്ടായിരുന്നു, പക്ഷെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതിൽ എന്താ തർക്കം? മുൻപും ഈ സമയക്രമീകരണം ഉണ്ടായിരുന്നു. ജനങ്ങൾ, ആവശ്യക്കാർ, ആവലാതിക്കാർ വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, അത് ശ്രീ കെ കരുണാകരനായാലും ശ്രീ AK ആന്റണി ആയാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോഴുള്ള ശ്രീ VD സതീശനായാലും മറ്റു മന്ത്രിമാരായാലും ജനങ്ങളെ പരമാവധി കാണാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. കുറച്ച് നിയന്ത്രണം വേണം. ആ കുറച്ച് നിയന്ത്രണം വേണം എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് കയറണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെന്റ് പറയുന്നത്. നിലവിൽ അവർ ചെയ്തത് ഞങ്ങൾ തുടരില്ല എന്നതിന്റെ ആദ്യത്തെ കാര്യമല്ലേ? ഞങ്ങൾ ആദ്യം തന്നെ അധികാരമേറ്റ് 30 ദിവസം കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എണ്ണി നോക്കൂ. ആശാവർക്കർമാരുടെ വേതന വർധനവ്, നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അംഗനവാടി ടീച്ചർമാരുടെ വേതന വർധനവ്. ഒരു സെക്കൻഡ്, അല്ലല്ല, അങ്ങനെ ചോദിച്ചു പോലെ, അങ്ങനെ ചോദിച്ചിട്ട് പോലെ, അല്ലല്ല, ഈ വിഷയത്തിൽ ഒരു ശരിയല്ല. അങ്ങ് പറഞ്ഞത് ശരിയല്ല. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടു. ഇത് ശരിയല്ല. ആശാപ്രവർത്തകരുടെ കാര്യമല്ല, ഇത് വളരെ ഡയറക്റ്റ് ആയ ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം വേണമെന്ന്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ കാര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച തുടങ്ങിയത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അതിന് തന്നെയല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. 30 ദിവസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വരുന്ന ഇരകളുടെ, പിന്നെ പരാതിക്കാരുടെ, അപേക്ഷകരുടെ പ്രവാഹം, അതിന്മേൽ തീരുമാനം ഉണ്ടാകണ്ടേ? കഴിഞ്ഞ 10 വർഷക്കാലത്തെ പല കാര്യങ്ങൾ, അതിൽ പെടും ആശാവർക്കർമാർ, അതിൽ പെടും അംഗനവാടിക്കാർ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഗവൺമെന്റ് ഓർഡർ കൊടുത്തു നിങ്ങൾ അത് നിർദ്ദേശം എന്നത് കൂടിയാണ്. ആ നിർദ്ദേശം അവർ പാലിക്കുന്നത് കൊണ്ടാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമല്ലാതെ പുതിയതായി ഒരു ഉത്തരവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ശരി, അല്ല, അത് ഞങ്ങൾ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. മാധുവിന്റെ നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. ഫോർമാലിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. UDFന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് UDFന് അറിയാം. അത് പരിഷ്കരിക്കണം, നിയമങ്ങൾ പരിഷ്കരിക്കണം. നമോഭാവമൊക്കെ കൈ വെച്ചാൽ മതി. മുൻ സർക്കാരിന്റെ കാലത്ത് അതൊന്നും വേണ്ട. അത് പാലിക്കണമല്ലോ. അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ?